ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടി വരുന്ന റീഡിംഗ് ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരു എനർജിയല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, ഇല്ല വെച്ചാൽ വിട്ടുകളയാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജിയാണ് നമ്മൾ ടാരോ കാർഡിലൂടെ നോക്കുന്നത്. കിങ് ഓഫ് വാൻഡ്സ് കാർഡ്, ഏസ് ഓഫ് സോർഡ്സ് കാർഡ് റിവേഴ്സ് ആണ്, ടു ഓഫ് വാൻഡ്സ് കാർഡ്, വേൾഡ്, ടു ഓഫ് പെൻഡക്കിൾ, ടു ഓഫ് കപ്സ് കാർഡ്, ഹെർമിറ്റ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. ഇന്ന് നല്ലൊരു കാർഡ്സാണ് കിട്ടിയിട്ടുള്ളത്. കിങ് ഓഫ് വാൻഡ്സ് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവർ ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായിക്കാണ്. ഈ ഒരു ബന്ധത്തിൽ നിങ്ങളും അവരും സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണെങ്കിൽ രാജാവിനെ പോലെ തീരുമാനമെടുക്കുക എന്നാണ് പറയുക. അവരിലെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനുള്ള തീരുമാനം അത് ഉറച്ചത് തന്നെയാണ് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ ഏസ് ഓഫ് സോർഡ്സ് കാർഡ് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഒരു രഹസ്യം സൂക്ഷിക്കുകയാണ് ഇവർ. നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷൻ വരാൻ കാരണം എന്താണ്, എങ്ങനെയാണ്, അങ്ങനെ ഒരു രഹസ്യം സൂക്ഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരിലൊരു സ്റ്റക്ക് എനർജി ഉണ്ടായിരുന്നു. നിങ്ങളുമായിട്ട് ഈ നോ കോണ്ടാക്റ്റ് വരാൻ കാരണം ഒരു തീരുമാനം എന്ന് പറയുന്നത് അവർക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല. ഒരു സ്റ്റക്ക് എനർജി അവരിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ അവർ മറച്ചു വെച്ചിട്ടുള്ള സത്യവും ഈ കാർഡിൽ പറയുന്നുണ്ട്. അവർ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ തിരിച്ചു വരുമ്പോൾ അത് നിങ്ങളോട് പറയും. ടു ഓഫ് വാൻഡ്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്, ആ ഒരു കാര്യത്തെ താൽക്കാലികമായി മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന, നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹത്തെ മനസ്സിലാക്കുന്ന ആ ഒരു വാർഡിനെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാക്കുന്നത് അവർ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. എവിടേക്കാണ് നോക്കിയിരിക്കുന്നത്? നിങ്ങളിലേക്ക് നോക്കിയിരിക്കുകയാണ്. താഴെ ഒരു ഗ്ലോബ് ഉണ്ട്, ഒരു വെഹിക്കിൾ ഉണ്ട്, അതിൻ്റെ പിക്ചർ ഉണ്ട്. ഓക്കെ, ഇവിടെ ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന അവരുടെ മനസ്സിനെയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ നിങ്ങളും അവരും ലോങ് ഡിസ്റ്റൻസ് തന്നെ എന്നാണ് കാർഡ് പറയുന്നത്. അപ്പോൾ അവർ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്, ആ ഒരു കാര്യത്തെ, ആ ഒരു വാണ്ടിനെ അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങളെന്ന വാണ്ടിനെ അവർ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുമ്പോൾ അവരെടുക്കാൻ പോകുന്ന ആ ഒരു ആക്ഷനെ തന്നെയാണ് വാൻഡ്സ് കാർഡ് പറയുന്നത്. യെസ്, വേൾഡ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു കംപ്ലീഷനെയാണ് ഈ കാർഡ് പറയുന്നത്. സന്തോഷ നിമിഷത്തെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ്. ആ ഒരു തീരുമാനത്തെ അബണ്ടനെയാണ് ഈ കാർഡ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നു, തയ്യാറെടുക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്? നിങ്ങളുടെ പേഴ്സണായിട്ട് വെയിറ്റ് ചെയ്യുക, സെലിബ്രേഷനായിട്ട് തയ്യാറായിക്കോളൂ. അവരുടെ മനസ്സ് പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് വരികയാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ പ്രെയർ കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രെയർ കണ്ടുകൊണ്ട് തന്നെയാണ് അവരിൽ ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. കുറേ നാളായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? കുറേ നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ ഒരു കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ വേൾഡ് കണ്ട സന്തോഷത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്, അല്ലേ? ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയേറെ സന്തോഷമാണ്. ഇവിടെ ടു ഓഫ് പെൻഡക്കിളാണ് കിട്ടിയിട്ടുള്ളത്. ബാലൻസിനെയാണ് ഈ കാർഡ് പറയുന്നത്. ടു ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് തരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ അവരെന്തിനാണോ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ആ ഒരു കാര്യത്തെ മാറ്റിവെച്ചുകൊണ്ട്, വൺസ് കാർഡിൽ പറഞ്ഞത് ആ ഒരു കാര്യത്തെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ്. ഇവിടെയും നിങ്ങൾക്ക് അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനോടൊപ്പം നിങ്ങൾ ചേർക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബാലൻസ് തന്നെയാണ് കാർഡ് പറയുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് 2 ഓഫ് കപ്സ് കാർഡ്. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കൈകളോട് ചേർക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനാണ് കാണിക്കുന്നത്. ഈ ബന്ധം എവിടെയും എൻഡായി പോവില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഒരു ബാലൻസ്, എക്വിലിബ്രിയം നിങ്ങളുടെ ലൈഫിലേക്ക് തരുവാനായിട്ട് 2 ഓഫ് പെൻറ്റക്കിൾ പറയുമ്പോൾ 2 ഓഫ് കപ്സ് കാർഡ് പറയുന്നത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്യാണ്. അവേക്കനിങ് ആണ് പറയുന്നത്. ഈ ബന്ധം യൂണിവേഴ്സ് ആയിട്ട് തന്നെ, ഡിവൈൻ എനർജി തന്നെ കരുതി വെച്ചിട്ടുള്ള ഒരു ബന്ധമാണ്. ആർക്കും തകർക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ഒന്നു ചേരേണ്ടവർ തന്നെയാണെന്ന് യൂണിവേഴ്സ് 2 ഓഫ് കപ്സ് കാർഡിലൂടെ പറയാണ്. അവരുടെ പ്രണയം എന്ന് പറയുന്നത് നിങ്ങളോട് അത്രയും തീവ്രമായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ് എന്നും പറയാം. ഹെർമിറ്റാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഹെർമിറ്റ് കാർഡ് പറയുന്നത്. ഇപ്പോൾ അവർ തനിച്ചാണ്. അവരുടെ സാഹചര്യത്തിൽ നിന്ന്, അവർ വളരെ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇവരിപ്പോൾ താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ്. അവരവരുടെ സോളിനെ സെർച്ച് ചെയ്യുകയാണ്. അവരുടെ സോളിനെ എങ്ങനെ സെർച്ച് ചെയ്യുക? എല്ലാവരും അവർക്ക് ചുറ്റുമുണ്ടെങ്കിലും നിങ്ങളില്ല. അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെടുന്ന പോലെ തോന്നുകയാണ്. നിങ്ങളെന്ന വ്യക്തി അവരുടെ ലൈഫിലേക്ക് വന്നാലേ ഇവിടെ ഒരു പൂർണ്ണമായിട്ടുള്ള അവരെ കിട്ടുള്ളൂ. അപ്പോൾ അവർ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ അവരിൽ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഇന്ന് താങ്ങാൻ കഴിയില്ല, അത്രയേറെ വേദനയാണ്. അപ്പോൾ അവരുടെ സോളിനെ അവർ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെയാണ് അവർ അന്വേഷിക്കുന്നത്, അല്ലേ? ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ് അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാറ്റം തന്നെയാണ്, ചേഞ്ചാണ് കാണിക്കുന്നത്. അവരിപ്പോൾ തനിച്ചാണ്. അവർക്ക് അവരുടെ ലൈഫ് പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നിങ്ങൾ അവരോട് കൂടെ ചേരണം എന്നുള്ളത് പ്രപഞ്ച സത്യമാണ്. അപ്പോൾ ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ഡിസിഷനാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. പിന്നീട് കിട്ടിയിട്ടുള്ളത് അവരുടെ പ്രണയത്തെയാണ്, അവരെടുക്കുന്ന തീരുമാനത്തെയാണ്, അവർ ഒളിച്ചു വെച്ചിട്ടുള്ള രഹസ്യത്തെയാണ്. നമുക്ക് നോക്കാം ഓറക്കിൾ ഡെക്കിൽ എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇവിടെ കാര്യങ്ങൾ സാധിച്ചിട്ടുള്ളത്. ഇവിടെ സ്പേസ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഗോസിപ്പ്. ഓക്കെ, ആ രഹസ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഗോസിപ്പായിരിക്കാം. സമൂഹത്തെ, മറ്റുള്ളവരെ ഭയന്നിട്ടായിരിക്കാം. ന്യൂ ചാപ്റ്റർ. സെൽഫ് ലവ് നിങ്ങളുടെ എനർജിയാണ്. അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കംസ്. കോൺവെർസേഷൻ. എസ്കേപ്പ്. 7 കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞു. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. അപ്പോൾ നിങ്ങളുടെ എനർജിയാണ് ഇവിടെ സ്പേസിലൂടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് കുറച്ച് സമയം വേണമെന്ന് നിങ്ങൾ പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ, നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടി സമയം വേണം. കാരണം ഞാൻ അത്രയേറെ വേദനിച്ചിട്ടുണ്ട്. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്നെ അത്രയേറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചോട്ടെ, ഞാൻ എന്നിട്ട് തീരുമാനം പറയാമെന്ന് നിങ്ങൾ പറയുന്നതായിട്ടാണ് ഇവിടെ കാർഡ് കാണിക്കുന്നത്. ഗോസിപ്പ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഐ എം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെട്ടിരുന്നത്.
അതുകൊണ്ടാണ് അവർ മാറി നിന്നിട്ടുള്ളത്. അവരിലുള്ള രഹസ്യം ഇത് തന്നെ ആയിരിക്കാം. ന്യൂ ചാപ്റ്റർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഐ ആം ട്രൈങ് ടു മൂവ് ഓൺ. ഇവിടെ നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ കുറച്ച് പേരെങ്കിലും മൂവ് ഓൺ ചെയ്യുകയാണ്, താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരു സെപ്പറേഷനാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് അത്രയേറെ വേദനിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് തീരുമാനമെടുത്തിട്ടുള്ളത്. സെൽഫ് ലവ് ആണ് നിങ്ങളുടെ എനർജി തന്നെയാണ്. ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. നിങ്ങളിവിടെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് ഹീലാകുന്നുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം സെൽഫ് ലവ് തന്നെയാണ്. ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കംസ് ആണ് കിട്ടിയിട്ടുള്ളത്. തിങ്സ് ഡിഡിൻറ്റ് ഗോ ദ വേ ഐ പ്ലാൻഡ്. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവർ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നവർ പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും ശ്രമിച്ചിട്ടുണ്ടാവാം, പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ ആ പ്ലാനുകൾ ഇല്ലാതായി എന്നാണ് പറയുന്നത്. പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നാണ് കാർഡ്സ് പറയുന്നത്. കോൺവെർസേഷനാണ് കിട്ടിയിട്ടുള്ളത്. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് അവർ താല്പര്യപ്പെടുന്നു എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ എത്ര കണ്ട് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ അവരിൽ മാറ്റം കൊടുത്തു എന്നാണ് കാർഡ്സ് പറയുന്നത്. എസ്കേപ്പ് എന്നാണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ മാറുന്നിട്ടുള്ളത്? ഒന്ന് ഗോസിപ്പാണ്. ഇവിടെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും വാക്കുതർക്കോ പ്രശ്നങ്ങളോ അപ്പോൾ കാര്യങ്ങൾ വഷളായപ്പോൾ ഞാൻ മാറിപ്പോയി എന്നവർ പറയുകയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് ഒരു സെപ്പറേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഗോസിപ്പ്, അതുപോലെ നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം, വാക്ക് തർക്കം ആയിരിക്കാം. ഒരു ക്ലാരിറ്റി വേണോ? മിസ്റ്റേക്ക് എന്ന് കിട്ടിയിട്ടുണ്ട്. കമ്മിറ്റ്മെൻ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. രണ്ട് കാർഡാണ് നോക്കുന്നത്. എക്സ്ട്രാ ഒരു ക്ലാരിറ്റി കിട്ടാതെ നിങ്ങൾ ചിലപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ടാവാം, നിംസ് എന്താ കംപ്ലീറ്റ് ചെയ്യാണ്ട് പോയി എന്ന്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം എന്ന് കരുതി. മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. ഇവിടെ ഗോസിപ്പിനെ ഭയന്നിരുന്ന, അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളായി എന്ന് ചിന്തിക്കുന്ന, അപ്പോഴാണ് ഞാൻ മാറിപ്പോയിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് പിന്നീട് സംഭവിച്ചിട്ടുള്ളത് മിസ്റ്റേക്ക് എന്ന കാർഡാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവർ ചെയ്ത തെറ്റ് തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് ഞാനും പറയുകയാണ്. കമ്മിറ്റ്മെൻറ്റ്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. അപ്പോൾ നിങ്ങളെ അവരുടെ ഫ്യൂച്ചറിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്, വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളില്ലാതെ അവർക്ക് ഇനി പറ്റില്ല എന്ന് തന്നെയാണ് പ്രപഞ്ചശക്തി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യം 3 മണിക്ക് ബ്രഹ്മമുഹൂർത്ത ടൈമിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. 3 തൊട്ട് 4 വരെയുള്ള സമയമുണ്ട്. നിങ്ങൾക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കല്ലേ നിങ്ങളുടെ ആഗ്രഹം നേടേണ്ടത്. അപ്പോൾ പ്രാർത്ഥിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എൻ്റെ ഇന്ന ആഗ്രഹം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് എത്ര തവണ പറയാൻ പറ്റുമോ അത്രയും തവണ പറയുക. എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ ഇന്ന ആഗ്രഹം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. അങ്ങനെ കണ്ടിന്യൂസ് പറയുക. നമ്മൾ ചുമ്മാ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ, വെറുതെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയം, ആ സമയം നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് ഉപയോഗിക്കാം. ഇനി ടൈം കാർഡും കൂടി എടുക്കുകയാണ്. $29 days, 6 months, up to 5 weeks, 4 months. In 29 days എന്ന് പറഞ്ഞ കാർഡ് നമുക്ക് 2-3 ദിവസം മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 29 ദിവസത്തിനുള്ളിൽ കേട്ടോ. അപ്പോൾ ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്.
പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് ഈ കാർഡ് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അതിനുള്ളിൽ എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. 6 മന്ത് കിട്ടിയിട്ടുള്ളത്, ഇപ്പോൾ അവർ വരാനായിട്ടുള്ള സാധ്യത സാധിക്കുമോ, വരുമോ എന്നുള്ള സംശയമുള്ളവർക്കാണ് അപ് ടു 5 വീക്സ് 4 മന്ത്സ്. അപ്പോൾ ഒരു 1.5 മാസം, 6 മാസവും 29 ദിവസവും 4 മാസമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം നമ്മൾ കാർഡ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഓരോന്ന് കാണിച്ചു തരും, അതിനുള്ള സയൻസ് കാണിച്ചു തരും, ഏഞ്ചൽ നമ്പേഴ്സ് കാണിച്ചു തരും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ഇത്രയാണ്. നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷനായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കാനായി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ വോയിസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർ ചെയ്ത തെറ്റെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തെറ്റ് തിരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എന്തിനൊക്കെയാണോ അവർ ഭയന്നിട്ടുള്ളത്, എന്തൊക്കെയാണോ അവരുടെ മനസ്സിലെ രഹസ്യങ്ങൾ, അതൊക്കെ യൂണിവേഴ്സ് കാണുന്നുണ്ട്, പ്രപഞ്ചശക്തി കാണുന്നുണ്ട്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.